നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണ് ജനറ്റിക്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിനുശേഷം നമ്മൾ ജനറ്റിക്സ് എന്ന് പറയുന്ന പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് എന്താണ് ജനറ്റിക്സ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അപ്പൊ അതിലെ ഹെറിഡിറ്റി എന്താണെന്നുള്ള കാര്യവും വേരിയേഷൻ എന്താണെന്നുള്ള കാര്യവും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. വേരിയേഷന് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് വേരിയേഷൻ ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് ദ എൻവയോൺമെന്റൽ വേരിയേഷൻ, സെക്കൻഡ് വൺ ഈസ് ദ ഹെറിഡിറ്ററി വേരിയേഷൻ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻഡൽ ആൻഡ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താണ് മെൻഡൽ? മെൻഡൽ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഡിക്ക് പകരം ടി ആയാൽ അത് മെന്റൽ പ്രോബ്ലം ആയിട്ട് മാറും. മെൻഡൽ ആരാണ്? നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പേരാണ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയും. അദ്ദേഹം ആരായിരുന്നു? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രിഗർ മെൻഡൽ ഈസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവാണ് അല്ലെങ്കിൽ ഫാദറാണ് ആര്? ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് നമുക്കൊരു ദിവസം പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ ഗ്രിഗർ മെൻഡൽ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും പറയാൻ പറ്റും, ഗ്രിഗർ മെൻഡൽ ഈസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. 1822 1822 അദ്ദേഹം ജനിച്ചു. എവിടെ ജനിച്ചു? ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലാണ്, അല്ലെങ്കിൽ പഴയ ഓസ്ട്രിയയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇപ്പോഴത് ചെക്ക് റിപ്പബ്ലിക് എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ മരണം ഹംഗറിയിലായിരുന്നു. 1884 1884 ആര്? നമ്മുടെ ജോൺ ഗ്രിഗർ മെൻഡൽ. എന്റെ പേര് ജോൺ ഗ്രിഗർ മെൻഡൽ എന്നല്ല, ശരിക്കും ജോൺ ഗ്രിഗർ മെൻഡൽ നമുക്ക് ഫ്രണ്ടിലൊക്കെ ചെറുക്കെ കാണാറുണ്ട്. ജോഹാൻ ഗ്രിഗർ മെൻഡൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ജോഹാൻ എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പഠിച്ചത് ഊർജതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അദ്ദേഹം പഠിച്ച സബ്ജക്ട്. യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഫിസിക്സ് പഠിച്ചു. ഒരു ഫിസിക്സ് അധ്യാപകനായിട്ട്, യൂണിവേഴ്സിറ്റി അധ്യാപകനായിട്ട് നമ്മുടെ ജോഹാൻ ഗ്രിഗർ മെൻഡൽ പിന്നീട് യൂണിവേഴ്സിറ്റി അധ്യാപകനായിട്ട് മാറി. ഫിസിക്സ് ആയിരുന്നു അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടത്. പക്ഷെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന, ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ എന്താണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഹെറിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അച്ഛന്റെ അല്ലെങ്കിൽ പൂർവികരുടെ സ്വഭാവം നമ്മളിങ്ങനെ കാണിക്കും, അല്ലേ? നമ്മൾ അച്ഛന് പറയിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ ഇടിക്കാനും പിടിക്കാനൊക്കെ ചെയ്യും. അപ്പൊ ശരിക്കും നമ്മളോട് ചോദ്യം ചെയ്യപ്പെട്ടത് അവിടെ നമ്മുടെ പാരമ്പര്യമാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ വീട്ടുകാരൊക്കെ പറയാറുണ്ട്, എന്ത് പറയാറുണ്ട്? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, പിന്നെ ആരെ പറയണം? നിന്റെ പൂർവികരുടെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചാടി നമ്മുടെ രക്തമൊക്കെ തിളച്ചു കളയും. അപ്പൊ മെൻഡലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞിലെ തന്നെ ഇതെങ്ങനെയാണ് പൂർവികരുടെ സ്വഭാവം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, അത് മെൻഡലിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളാണ് ഇതൊന്നും ചിന്തിക്കാറില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ചിന്താശേഷിയുടെ കുറവുകൊണ്ടാണ് നമ്മളിങ്ങനെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അത് പരീക്ഷ എഴുതുന്നു. അതല്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ യൂണിവേഴ്സിറ്റി തലത്തിലൊന്നും പഠിക്കാത്ത, ചിന്തിക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളവരാണ് ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്. അവരാരും വലിയ PhD ഈ പറയുന്ന വലിയ ഡിഗ്രികളൊന്നും എടുത്തതല്ല. ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആൻഡ് തിങ്കിങ്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, ഓരോ കാര്യത്തിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവിടെ ഒരു പ്രോബ്ലം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ്
ഈ പറയുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വരും. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മെൻഡൽ അവിടെ കണ്ടെത്തിയ പ്രോബ്ലം എന്തായിരുന്നു? ഹൗ ടു ട്രാൻസ്ഫർ ദ ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്നും ക്യാരക്ടേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അത് മെൻഡൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മെൻഡൽ തന്റെ യൂണിവേഴ്സിറ്റി അധ്യാപക ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമം എന്ന് പറയാനുള്ള അദ്ദേഹത്തിന് മഠത്തിലേക്ക് വന്നു. മഠത്തിൽ സ്കൂളുണ്ട്. മഠത്തിൽ ധാരാളമായിട്ട് അദ്ദേഹത്തിന് കൊച്ചിലെ മുതലുള്ള ഒരു ശീലം, അദ്ദേഹം ചെടികളെ പരിപാലിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന ആളാണ്. അപ്പൊ കുറെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആശ്രമമായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു അച്ഛനായിരുന്നു. അച്ഛൻ എന്നുദ്ദേശിക്കുമ്പോൾ ആരല്ല, കുട്ടികളുടെ അച്ഛൻ എന്നുള്ള വാക്കല്ല, പള്ളിയിലെ അച്ഛനായിരുന്നു. ഒരു പാതിരിയായിരുന്നു. ആര്? നമ്മുടെ ജോഹാൻ ഗ്രിഗർ മെൻഡൽ. ഒരു പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇവിടേക്ക് ആ യൂണിവേഴ്സിറ്റി പഠനം, ഫിസിക്സ് അധ്യാപകനായിട്ടുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് നേരെ തന്റെ ആശ്രമത്തിലേക്ക് വരികയും അവിടെയാണ് തന്റെ പഠന മേഖലയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്താണ് പഠിച്ചത്, എന്താണ് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, ദ സീക്രറ്റ്സ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റിയുടെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതായിരുന്നു ആരുടെ ജോലി, ആരുടെ കണ്ടെത്തൽ, ആരുടെ കണ്ടെത്താനുള്ള ശ്രമം? നമ്മുടെ ജോഹാൻ ഗ്രിഗർ മെൻഡൽ. അദ്ദേഹം ജനിച്ചത് ഓസ്ട്രിയയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്. ജനിച്ച സമയം ഞാൻ പറഞ്ഞു 1822 ജനിച്ചു. 1884 അദ്ദേഹം മരിച്ചു. മരിച്ചത് ഹംഗറിയിലാണ്. ഒരു സാധാരണ ജർമ്മൻ കുടുംബത്തിലായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഹെറിഡിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ പാരമ്പര്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത്, തിരഞ്ഞെടുത്തത് പൈസം സറ്റൈവം എന്ന് പറയുന്ന പയറ് ചെടിയാണ് ഉപയോഗിച്ചത്. പൈസം സറ്റൈവം. പൈസം സറ്റൈവം. പൈസം സറ്റൈവം എന്ന് പറയുന്ന നമ്മുടെ സാധാരണ പയറ് ചെടിയാണ് മെൻഡൽ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം പയറ് ചെടി എടുത്തു. പയറ് ചെടിയിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി, അതിനെ പരാഗണം നടത്തി. അതൊക്കെ പിന്നീട് നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? He formulated the laws of inheritance. അദ്ദേഹം അതിന്റെ ലോസ്, കുറച്ച് നിയമങ്ങൾ, കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തു. ആ ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസുമായിട്ട് അന്നത്തെ ശാസ്ത്ര ലോകത്തിന്റെ അടുത്ത്, സയന്റിഫിക് വേൾഡിന്റെ മുന്നിലേക്ക് വരുമ്പോൾ വലിയൊരു കോൺട്രോവേഴ്സി അന്ന് നിലനിൽക്കുന്ന സമയമായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ മെൻഡൽ തന്റെ നിരീക്ഷണങ്ങളുടെ മൊത്തത്തിലുള്ള തുക ക്രോഡീകരിച്ച് അവിടെ കൊണ്ടുവരുന്നു. അപ്പൊ ആ സമയത്ത് അത് വ്യക്തമായിട്ട് കേൾക്കുവാനോ പഠിക്കുവാനോ തയ്യാറായില്ല. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, പിന്നീട് വരാനെന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ മെൻഡൽ പിന്നീട് ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ മെൻഡൽ മരിച്ചു. 1884 മെൻഡൽ മരിച്ചു. പക്ഷെ തന്റെ പരീക്ഷണങ്ങളോ കണ്ടുപിടുത്തങ്ങളോ പുറം ലോകം അറിയാതെ പോയി എന്ന് പറയുന്ന വസ്തുത അവിടെ നിലനിൽക്കുക. പിൽക്കാലത്താണ് കോറൻസിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഈ ഹൈപ്പോത്തിസിസ്, അദ്ദേഹത്തിന്റെ ഫോർമുലേറ്റഡ് ലോസ് വീണ്ടും കണ്ടെത്തി, റീഡിസ്കവർ. അതിനുശേഷം അത് മെൻഡലിന്റെ പേരിൽ തന്നെ കോറൻസ് ഒക്കെ അത് റീപ്രൊഡ്യൂസ് ചെയ്തു. നമ്മളാണ് എന്ത് ചെയ്യും, അത് നമ്മുടെ പേരിലേക്ക് മാറ്റി. നമ്മളിപ്പോ ആരായനെ, ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ സ്വഭാവം, അപ്പൊ ഞാനായിരുന്നു ആ സമയത്തേക്ക് ഞാൻ എന്റെ പേരിലൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആരായിട്ട് മാറും? ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് മാറിയേനെ. പക്ഷെ അവിടെ അതിന്റെ മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരെന്താ ചെയ്തേ? മെൻഡലിന്റെ പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. പിന്നീട് വളരെയധികം പഠനങ്ങൾ അതിന്റെ പിന്നിലൂടെ കൊണ്ടുപോവുകയും അവിടെ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ മറ്റ് ബ്രാഞ്ചുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി മെൻഡലിന്റെ പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പോവാം.
അതിനു മുമ്പ് മെൻഡൽ has laid the foundation of modern genetics. മെൻഡൽ ആണ് മോഡേൺ ജനറ്റിക്സിന്റെ അടിത്തറ പാകിയത് ആരാന്ന് ചോദിച്ചാൽ ജോഹാൻ ക്രിഗർ മെൻഡൽ. He is considered as the father of genetics. അയാളെ നമ്മള് ജനറ്റിക്സിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യും. He experimentally proved that and formulated the hypothesis and the basic principles of genetics or inheritance. He formulated the basic principles of genetics or inheritance. Inheritance എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. Inheritance is the way of transferring the characters from one generation to another. ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സിന്റെ ട്രാൻസ്ഫറിംഗ് വേ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഹെറിറ്റൻസ്. ഹെറിഡിറ്റി is a process, but inheritance is a way. That is the difference between heredity and inheritance. അപ്പം ആരാണ് നമ്മളുടെ ക്രിഗർ മെൻഡൽ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം, മെൻഡൽ has laid the foundation of modern genetics. He is considered as the father of genetics. He experimentally proved and formulated the basic principles of genetics or inheritance. ഇതാണ് ജോഹാൻ ക്രിഗർ മെൻഡലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കേണ്ടത് മെൻഡലിന്റെ എന്താണ് മെൻഡൽ ചെയ്ത കാര്യം. മെൻഡൽ conducted many hybridization experiments during the period of 1856 to 1864. 1856 മുതൽ 1864 വരെ മെൻഡൽ എന്ത് ചെയ്തെന്നാ പറഞ്ഞ many hybridization experiment in pea plant or Pisum sativum. Pisum sativത്തിൽ അദ്ദേഹം അനവധി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് നടത്തി. മലയാളത്തിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ വർഗസങ്കരണ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അനവധി നിരവധി ഒരുപാട് തവണയാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ കാലാവധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1886 മുതൽ 1864 വരെ. നമുക്കറിയാം എത്ര വർഷം അദ്ദേഹം ഇതിനകത്ത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് വീണ്ടും 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 ചെയ്തു നോക്കിയെന്ന് ചോദിച്ചാൽ 56 4 60 64 8 വർഷക്കാലം അദ്ദേഹം നിരന്തരമായി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിലേക്ക് പോയി എന്നുള്ളതാണ്. എവിടെയാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പീ പ്ലാന്റ്സ് അല്ലെങ്കിൽ പൈസം സറ്റൈവത്തിലാണ് തന്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. The secret of Mendel's principle was his selection of experimental material. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ സെലക്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം എന്നാണ്. The selection of experimental material, that is the secret of the success of his experiment. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വിജയിക്കാനുള്ള കാരണം അദ്ദേഹം എടുത്ത ആ സെലക്ഷൻ ഏത് പീ പ്ലാന്റ്സ് അല്ലാതെ മെൻഡൽ വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണ് എടുത്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ ജനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഇപ്പോഴും ഉണ്ടാവില്ലായിരുന്നു. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു വൈദികനായിരുന്നു. ദൈവത്തിന്റെ ഒരു കരസ്പർശം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പീ പ്ലാന്റ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് ആണ് എടുത്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പരീക്ഷണങ്ങളൊന്നും വിജയിക്കാതെ പോയി. എന്തുകൊണ്ടാണ്
മെന്റൽ പീ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴാണോ ഓരോ ജനറേഷനെ കുറിച്ച് നമ്മൾ പഠിച്ച് ആ ജനറേഷനിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിൽ നിന്നും പ്രസന്റ് ജനറേഷനിലേക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് എന്ന് പഠിക്കാൻ ആർക്ക് പറ്റിയത്? മെന്റലിന് പറ്റിയത്. അദ്ദേഹം പീ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പീ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിന്റെ റീസൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. മെന്റൽ തിരഞ്ഞെടുക്കാനുള്ള റീസൺസ്. അദ്ദേഹം അത് എടുക്കാനുള്ള കാരണം റീസൺസ് ഓഫ് സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ്സ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തെടുത്തത്? പീ പ്ലാന്റ്സ് എടുക്കാൻ ചില കാരണങ്ങളുണ്ട്. വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്നാൽ ഈ പ്ലാന്റ്സിനെ കുറിച്ച് ഒന്ന് പഠിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങ് എത്തിച്ചേർത്തില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, മെന്റൽ എന്താണ് ഉദ്ദേശിച്ചത്, അതിനനുസരിച്ചുള്ള ഒരു പ്ലാന്റ് ആണ് അദ്ദേഹം എടുത്തത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, plant show clear cut contrasting characters. Number one, plant show clear cut contrasting characters. Plant show clear cut contrasting characters എന്ന് വെച്ചാൽ എന്താ? ആ പ്ലാന്റിന് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ന്യൂമറസ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ? ഒരു ക്യാരക്ടറിന് അനവധി ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ബേസിക് ഒരു ക്യാരക്ടർ ഉണ്ടാവും, ആ ക്യാരക്ടറിന് കുറച്ച് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൾട്ടർനേറ്റീവ്സ് ആണ് ടോൾ. രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് ആണ് ഡ്വാർഫ്. അപ്പോൾ ഹൈറ്റിന് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ടോൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഡ്വാർഫ്. ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ഈ രണ്ട് ക്യാരക്ടർ വന്നതുകൊണ്ടാണ് നമ്മൾ ഹൈറ്റിനെ ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആയിട്ട് എടുത്തത്. അപ്പൊ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു ക്യാരക്ടറിന് ഒന്നിലധികം ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, കളർ ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിന്റെ കളർ, പൂവിന്റെ നിറം. കളർ, ദാറ്റ് ഈസ് എ ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ ആൾട്ടർനേറ്റീവ്സ് പറയോ? റെഡ്, വൈറ്റ്, ഗ്രീൻ, യെല്ലോ. So many colors are there. So the color of the flower, color is the contrasting character. Color inde anavadhi numerous alternatives are there. That is red, pink, purple, white, yellow, so on so on. Color, height. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി എന്താണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ മെന്റൽ പീ പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് എടുത്ത ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, പീ പ്ലാന്റ്സിന് പ്ലാന്റ് ഷോ ക്ലിയർ കട്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ന്യൂമറസ് ക്ലിയർ കട്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്.
ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ ബി പ്ലാന്റ്സിൽ ഉള്ളത് കൊണ്ടാണ് മെൻഡൽ അതെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ക്യാരക്ടർ അതെടുക്കാനുള്ള രണ്ടാമത്തെ റീസൺ, ഹൈബ്രിഡ്സ് ആർ ഫെർട്ടൈൽ. ഹൈബ്രിഡ്സ് ആർ ഫെർട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? ഹൈബ്രിഡ്സ് രണ്ടാമത്തെ ക്യാരക്ടറാണ്. ഹൈബ്രിഡ്സ് ആർ ഫെർട്ടൈൽ. ഹൈബ്രിഡ്സ് ആർ ഫെർട്ടൈൽ. വർഗസങ്കരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അത് ഫെർട്ടൈൽ ആയിരിക്കണം, അത് ജെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കണം, അത് മുളയ്ക്കുന്നതായിരിക്കണം. ആനിമൽസിന്റെ കേസിലേക്ക് ഹൈബ്രിഡൈസേഷൻ പ്രോഡക്റ്റ് ഫെർട്ടൈൽ അല്ല, നോൺ ഫെർട്ടൈൽ ആണ്, ഇൻഫെർട്ടൈൽ ആയിട്ട് മാറും. ഇവിടെ വർഗസങ്കരണം നടത്തി കിട്ടുന്ന കുട്ടിയെ വിളിക്കുന്ന പേര് മലയാളത്തിൽ നമുക്കറിയാം സങ്കര സന്തതി എന്നാണ് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ അതെങ്ങനെയായിരിക്കണം? ജെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കണം, പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്നതായിരിക്കണം. നമുക്കറിയാം ആനിമൽസിന്റെ കേസിൽ കുതിരയും കഴുതയും തമ്മിലുള്ള ഹൈബ്രിഡൈസേഷൻ പ്രോഡക്റ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹിന്നി ആൻഡ് മ്യൂൾ. ഈ ഹിന്നിയും മ്യൂളും തമ്മിൽ വീണ്ടും ക്രോസ് ചെയ്താൽ എന്തുണ്ടാവില്ല? അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മൾ എടുത്ത് പഠിക്കുന്നതെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റാറില്ല. അപ്പൊ മെന്റൽ നോക്കിയപ്പോൾ പയറ് ചെടിയിലെ വ്യത്യസ്തമായ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ, ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പയർ വിത്തുകൾ അതിട്ടാൽ എന്ത് ചെയ്യും? മുളയ്ക്കും, അല്ലെ കിളിക്കും, അല്ലെ ജെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ പീ പ്ലാന്റ്സിനുണ്ട്, അല്ലെങ്കിൽ പൈസം സറ്റൈവത്തിനുണ്ട്. സോ that is another reason of selection of the pea plants. That is the hybridizing. Hybrids are fertile. Hybrids are fertile. Okay, next easy to cultivate. മൂന്നാമത്തെ easy to cultivate. Easy to cultivate. വളരെ എളുപ്പത്തിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പീ പ്ലാന്റ്സ് ഒരു പയറിന്റെ വിത്തെടുത്ത് നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ അത് വളരെ വേഗത്തിൽ മുളച്ചു വരും. പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും അതിന് കൊടുക്കണ്ട. നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുമ്പോഴേ ഇതിന്റെ വളർച്ച മുരടിച്ചു പോകും. വെറുതെ അങ്ങോട്ട് ഇട്ടാൽ അവിടെ കിടന്നിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പയർ പിടിക്കും. നമ്മൾ വെള്ളം കോരി അതിനടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ തുള്ളി. Easy to cultivate is the another reason of selection of pea plants. വളരെ വേഗത്തിൽ ഇതിനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന്. നെക്സ്റ്റ്, ഷോർട്ട് ഗ്രോത്ത് പീരീഡ് ആൻഡ് ലൈഫ് സൈക്കിൾ. അടുത്തത് നാലാമത്തെ, ഷോർട്ട് ഗ്രോത്ത് പീരീഡ് ആൻഡ് ലൈഫ് സൈക്കിൾ. വളരെ കുറഞ്ഞ വളർച്ചയ്ക്ക് കുറച്ച് സമയം, ഷോർട്ട് ലൈഫ് പീരീഡ്. 3 മാസം ഉണ്ടെങ്കിൽ വിത്തിൻ 3 months they completed the life cycle of pea plants. 3 മാസം ഉണ്ടെങ്കിൽ പയറ് ചെടി വളർന്ന് മുകളിൽ കയറി പന്തലിച്ച് പൂത്ത് കായുമായിട്ട് നിൽക്കും. അപ്പൊ ഒരു വർഷം നമുക്ക് 4 ജനറേഷൻ പഠിക്കാൻ പറ്റും. 1.5 വർഷക്കാലം ഗർഭ പീരീഡ് ഉള്ള ഒരു ജീവിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നെങ്കിലോ ആ കുട്ടി പിന്നെ വളർന്ന് 20 വർഷം അല്ലെ 15 വർഷക്കാലം ആകുമ്പോഴായിരിക്കും പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്. അതിന് 1.5 വർഷക്കാലം വീണ്ടും ജസ്റ്റേഷൻ പീരീഡ്. ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? നമുക്ക് 1-2 തലമുറ പഠിച്ചു കഴിയുമ്പോൾ ഈ പഠിക്കുന്ന ആള് മരിച്ചു പോകും, റിസൾട്ട് കിട്ടാതെ വരുന്ന ഒരവസ്ഥ. അപ്പൊ ഒരു വർഷം തന്നെ നമുക്ക് 4 തലമുറയെ കുറിച്ച് പഠിക്കാൻ പറ്റും പൈസം സെറ്റേവും എടുത്താൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇവിടെ പറഞ്ഞ ഷോർട്ട് ഗ്രോത്ത് പീരീഡ് ആൻഡ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ വളരെ കുറച്ചേ ഉള്ളൂ, അതേപോലെ അതിന്റെ ഗ്രോത്ത് പീരീഡ് വളരെ കുറച്ചേ ഉള്ളൂ. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് 4 ജനറേഷൻ പഠിച്ചു. ആ 4 ജനറേഷനിൽ ട്രാൻസ്ഫറിങ് വേ ഓഫ് ട്രാൻസ്ഫറിങ് ഓഫ് ദ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അദ്ദേഹം അടുത്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ പ്യുർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആർ അവൈലബിൾ. അടുത്ത 5ാമത്തെ പ്യുർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആർ അവൈലബിൾ. പ്യുർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആർ അവൈലബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നാടൻ ഇനങ്ങൾ, വൈവിധ്യമാർന്ന നാടൻ ഇനങ്ങൾ ധാരാളം പയറിന് കിട്ടും. കുറ്റിപ്പയറ്, വലിയ പയറ്, മഞ്ഞപ്പൂ പിടിക്കുന്ന പയറ്, അങ്ങനെ കുറച്ച് പ്രാദേശികമായിട്ട് പല പല വെറൈറ്റീസ് ഈ പൈസം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടത്താൻ ഡിഫറൻസ് ക്യാരക്ടർ ആയിട്ടുള്ള വൈൽഡ് ടൈപ്പ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ദ അനദർ റീസൺ of the selection of pea plants. That is, pure breeding varieties are available. നാടൻ ഇനങ്ങൾ ധാരാളമായിട്ട് ആർക്കുണ്ട്? ഈ പറയുന്ന പൈസം സെറ്റയോ അല്ലെങ്കിൽ പയറ് ചെടിക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും. റീസൺസ് ഓഫ് സെലക്ഷൻ ഓഫ് pea plants നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ is the plant show clear-cut contrasting characters. Number 2, hybrids are fertile. Number 3, easy to cultivate. Number 4, short growth period and life cycle. 5ാമത്തെ pure breeding varieties are available. ഈ ഇത്രയും റീസൺ ആണ് മെൻഡൽ പീ പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് എടുത്തത്. ഓക്കെ, നമുക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഭാഗം മെൻഡൽ കണ്ടക്ടഡ്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് നമ്മൾ നീങ്ങാൻ പോവാം. അയാൾ എന്താണ് ചെയ്തത് നോക്കാം. മെൻഡൽ കണ്ടക്ടഡ് മെനി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് during the period of 1856 to 64. മെൻഡൽ ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തി. 8 വർഷക്കാലമാണ് എക്സ്പെരിമെന്റ് നടത്തി. In garden pea plants, that is the Pisum sativum. Pisum sativum എന്ന് പറയുന്ന ഗാർഡൻ പീ പ്ലാന്റ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം. The selection of Pisum sativum, ഞാൻ നേരത്തെ പറഞ്ഞത് സീക്രട്ട് ഓഫ് മെൻഡൽസ് എക്സ്പെരിമെന്റ് സക്സസിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ the selection of pea plants. Next, മെൻഡൽസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ പീ പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചു, അതിന് കുറച്ച് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പീ പ്ലാന്റ്സിന് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങളെ കുഴപ്പിച്ചു പറയും. ഇപ്പൊ ഞാനിവിടെ 5 എണ്ണം പറഞ്ഞു അല്ലേ. മെന്റൽ പീ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം, യഥാർത്ഥത്തിലുള്ള കാരണമാണ് ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കും, മെന്റൽ എന്തുകൊണ്ടാണ് പീ പ്ലാന്റ് സെലക്ട് ചെയ്തത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒന്നാമത് പറഞ്ഞ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത് പറഞ്ഞു ഹൈബ്രിഡ്സ് ആർ ഫെർട്ടൈൽ എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു എന്താണ്? പിന്നെ മൂന്നാമത് പറഞ്ഞ ക്യാരക്ടർ പിന്നെ വൈൽഡ് ഷോർട്ട് ഗ്രോത്ത് പീരീഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വൈൽഡ് വെറൈറ്റീസ് ഉണ്ട്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. മെന്റൽ ഇവിടെ സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയാൻ പോകും. ഒന്ന്,
ഫസ്റ്റ് വൺ. പീ പ്ലാന്റ്സിൽ ന്യൂമറസ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ട്. അതിൽ 7 എണ്ണം മാത്രമാണ് മെൻഡൽ തന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി എടുത്തത്. Only 7 is select. ആ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഒന്നാമത്തെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ പറയാൻ പോവാ. ദാറ്റ് ഈസ് ദ ഹൈറ്റ്. Height is the first contrasting character. ഈ ഫസ്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിന്റെ ആൾട്ടർനേറ്റീവ്സ് നമുക്കറിയാം. ഫസ്റ്റ് വൺ ഈസ് ടോൾ, സെക്കൻഡ് വൺ ഈസ് ദ ഡ്വാർഫ്. അപ്പൊ അദ്ദേഹം എടുത്ത ഒന്നാമത്തെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഞാൻ പറഞ്ഞു. ഹൈറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ആ ഹൈറ്റില് 2 ആൾട്ടർനേറ്റീവ്സ് ആണുള്ളത്. ഒന്ന് ടോൾ ആൻഡ് ഡ്വാർഫ്. 2 പൊസിഷൻ ഓഫ് ദ ഫ്ലവർ. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആണ്. ഈ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ 2 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്ന് ആക്സിയൽ, 2 ടെർമിനൽ. ആക്സിയൽ ആൻഡ് ടെർമിനൽ. അപ്പൊ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, 2 പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, ദാറ്റ് ഈസ് ദ ആക്സിയൽ ആൻഡ് ടെർമിനൽ. ആക്സിയൽ എന്ന് വെച്ചാൽ ഏറ്റവും മുകൾ ഭാഗത്ത് പൂ പിടിക്കുന്നു. ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ലീഫിന്റെ ഇതതിന്റെ ലീഫ് ആണെങ്കിൽ ഇവിടെയാണ് പൂ പിടിക്കുന്നതെങ്കിൽ ഇതാണ് പൂവെങ്കിൽ ഇത് ആക്സിയൽ ആണ്. അതിന്റെ ഏറ്റവും അറ്റത്താണ് പൂ പിടിക്കുന്നതെങ്കിൽ അത് അതിന്റെ ടെർമിനൽ ആണ്. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കളർ ഓഫ് ദ ഫ്ലവർ. കളർ ഏതാ? കളറ് പർപ്പിൾ, വൈറ്റ്. 2 കളറാണ് അദ്ദേഹം അവിടെ എടുത്തത്. ഫസ്റ്റ് വൺ ഇസ് ദ പർപ്പിൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ വൈറ്റ്. നെക്സ്റ്റ് അപ്പൊ കളർ നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ കളർ ഓഫ് ദ ഫ്ലവർ പഠിച്ചു. കളർ ഓഫ് ദ സീഡ് ആണ് അടുത്തത് നമ്മൾ പഠിക്കും. കളർ ഓഫ് ദ സീഡില് യെല്ലോ ആൻഡ് ഗ്രീൻ. യെല്ലോ ആൻഡ് ഗ്രീൻ. കളർ ഓഫ് ദ സീഡ് യെല്ലോ ആൻഡ് ഗ്രീൻ. അടുത്തത് ഷേപ്പ് ഓഫ് ദ സീഡ്. റൗണ്ട്. അടുത്തത് റിങ്കിൾഡ്. നല്ല ഉരുണ്ടിരിക്കുന്ന സീഡ് ഉണ്ട്, എന്നാൽ അതിന്റെ അറ്റം ഭയങ്കരമായിട്ട് ചുളുകിയിരിക്കുന്ന സീഡ് ഉണ്ട്. റൗണ്ട്. അപ്പൊ കളർ ഷേപ്പ് ഓഫ് ദ സീഡ് റൗണ്ട്, റിങ്കിൾഡ്. അടുത്ത കളർ ഓഫ് ദ പോഡ് ആണ്. പോഡ് എന്ന് വെച്ചാൽ എന്താണ് പോഡ്? പയർ നമ്മൾ എടുത്താൽ ആ പയറിന്റെ പുറത്തുള്ള സാധനം നമുക്ക് തോരൻ മെഴുക്ക് വരട്ടാനൊക്കെ എടുക്കാം. അതായത് പയർ വിത്തല്ലാതെ അതിന്റെ പുറത്തുള്ള സാധനം മെഴുക്ക് വരട്ടിക്കൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇടുമ്പോൾ അത് പൊളിച്ചിട്ടല്ലേ നമ്മൾ എന്തെടുക്കുന്നത്? വിത്തെടുക്കുന്നത്. ആ നമ്മൾ വിത്തെടുക്കുകയാണെങ്കിൽ എല്ലാം പൊളിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് എന്ത് മാറ്റി വെക്കും? നമ്മൾ വിത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് ബാക്കി അതിന്റെ തൊലി ഇങ്ങനെ എടുത്ത് കളയത്തില്ലേ? അതാണ് അതിന്റെ പോഡ്. ഇപ്പൊ മാർക്കറ്റിലെ കണ്ടിട്ടില്ലേ പയർ? വയലറ്റ് കളറിലെ പയർ, പച്ചപ്പയർ, നല്ല വെള്ളപ്പയർ. അപ്പൊ നമ്മൾ വെള്ളപ്പയറെന്നും പച്ചപ്പയറെന്നും വയലറ്റ് പയറെന്നും ഒക്കെ പറയുന്നത് എന്തിനെ വെച്ചുകൊണ്ടാണ്? കളർ ഓഫ് ദ പോഡ്. പ്രധാനമായിട്ടും കളർ ഓഫ് ദ പോഡ് ഏതൊക്കെയാണ്? ഗ്രീൻ ആൻഡ് യെല്ലോ. ഗ്രീൻ ആൻഡ് യെല്ലോ. നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ദ പോഡ്. ഈ ഷേപ്പ് ഓഫ് ദ പോഡ് 2 എണ്ണമാണ്. ഒന്ന് ഇൻഫ്ലേറ്റഡ്. അടുത്തത്
കൺസ്ട്രിക്റ്റഡ്. ഇൻഫ്ലേറ്റഡ് എന്ന് വെച്ചാൽ നല്ല നീണ്ടിങ്ങനെ പോളിഷ് ചെയ്ത പോലെ ഇങ്ങനെ ഒരു ചുളുക്കോ ഇല്ലാതെ ഇങ്ങനെ വയ്ക്കും, നല്ല നീണ്ടിങ്ങനെ. കൺസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ അതിങ്ങനെ ചുരുണ്ടി കിടക്കും. അപ്പൊ അതൊരു ഡിസീസ് അല്ല, ഡിസോർഡർ ഒന്നുമല്ല, ഒരു പ്ലാന്റ് ഡിസീസ് ഒന്നുമല്ല. അതങ്ങനെയാണ്, അതിന്റെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ പോഡ് കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. എന്നാൽ വേറെ ഇൻഫ്ലേറ്റഡ് എന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെ നേരെ ഇങ്ങനെ കിടക്കുക, നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുക, നല്ല ഉഗ്രം വയറിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആട്ടാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഇൻഫ്ലേറ്റഡ്. കൺസ്ട്രിക്റ്റഡ് എന്താണെന്ന് മനസ്സിലായി? അപ്പൊ എത്ര ക്യാരക്ടേഴ്സ് ആണ് അയാൾ എടുത്തത്? 7 ക്യാരക്ടേഴ്സ് ആണ് എടുത്തത്. ഈ 7 ക്യാരക്ടർ കൃത്യമായി പഠിച്ചു നോക്കണം. അതേപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് ഞാൻ എഴുതിയ ഓർഡറിൽ തന്നെ പഠിക്കണം. അതെന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒന്ന് ഹൈറ്റ്, ടോൾ, ഡാർഫ്, പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, ആക്സിൽ, ടെർമിനൽ, കളർ ഓഫ് ദ ഫ്ലവർ, പർപ്പിൾ, വൈറ്റ്. തിരിച്ചു പഠിച്ചു വെക്കരുത്, പർപ്പിൾ, വൈറ്റ്. കാരണം അതിന്റെ കാര്യം എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കളർ ഓഫ് ദ സീഡ്, യെല്ലോ, ഗ്രീൻ. ഷേപ്പ് ഓഫ് ദ സീഡ്, റൗണ്ട്, റിങ്കിൾഡ്. കളർ ഓഫ് ദ പോഡ്, ഗ്രീൻ, യെല്ലോ. ഷേപ്പ് ഓഫ് ദ പോഡ്, ഇൻഫ്ലേറ്റഡ്, നീണ്ടിരിക്കുക. കൺസ്ട്രിക്റ്റഡ്, ചുരുണ്ടിരിക്കുക. ഇതാണ് അദ്ദേഹം എടുത്ത പീ പ്ലാന്റ്സിൽ നിന്നും തന്റെ പഠനത്തിന് വേണ്ടി എക്സ്പെരിമെന്റ്സിന് വേണ്ടി സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 7 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഹൈറ്റ്, 2 പൊസിഷൻ ഓഫ് ദ ഫ്ലവർ, കളർ ഓഫ് ദ ഫ്ലവർ, കളർ ഓഫ് ദ സീഡ്, ഷേപ്പ് ഓഫ് ദ സീഡ്, കളർ ഓഫ് ദ പോഡ്, ഷേപ്പ് ഓഫ് ദ പോഡ്. പഠിച്ചു വെക്കുമ്പോൾ ഇത് ഓർഡറിലായിരിക്കണം. ടോൾ, ഡോർഫ്, ആക്സിൽ, ടെർമിനൽ, പർപ്പിൾ, വൈറ്റ്, യെല്ലോ, ഗ്രീൻ, റൗണ്ട്, റിങ്കിൾഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. നെക്സ്റ്റ് ഇൻഫ്ലേറ്റഡ് ആൻഡ് കൺസ്ട്രിക്റ്റഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ പാർട്ട്. അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ. Inheritance of one character. ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ്. ഒരുപാട് ക്യാരക്ടർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റും, നമ്മൾ പൊളിഞ്ഞു പോകും മെന്റൽ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആദ്യം പഠിച്ചത് ഒരു സ്വഭാവത്തെ എടുത്തും മാത്രം. ആ ഒരു സ്വഭാവം ഒരു ജനറേഷനിൽ നിന്നും ആ സ്വഭാവത്തെ മാത്രം അദ്ദേഹം നിരീക്ഷിച്ചു, അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ആ ക്യാരക്ടർ, ഹൗ ടു ട്രാൻസ്ഫർ ദിസ് വൺ ക്യാരക്ടർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ദാറ്റ് ഈസ് നമ്മളപ്പോൾ പഠിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ. ഓക്കെ, ഗുഡ് നൈറ്റ്.